ജോബിൻസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോ ഓഫ് ഇൻഡിസസിനെ പറ്റിയാണ്. തീർച്ചയായും മാത്തമാറ്റിക്സിലായാലും അതോടൊപ്പം തന്നെ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും മറ്റു പല സബ്ജക്ട്സിലും നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലോ ഓഫ് ഇൻഡിസസിൻ്റെത്. സോ എന്താണ് ലോ ഓഫ് ഇൻഡിസസ് എന്ന് കടക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബേസ് ആൻഡ് എക്സ്പോണന്റ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു സംഖ്യ ഇവിടെ എഴുതുകയാണ്. 4 നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ 4. ഈ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. എന്താണ്? 4നെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ മറ്റൊരു സംഖ്യ എടുക്കുകയാണ് 8. 8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ക്യൂബ് എന്ന് എഴുതാം അല്ലേ? 2നെ 3 പ്രാവശ്യം കുടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. 2 × 2 × 2 എന്താണ്? 8 ആണ്. അതും നിങ്ങൾക്കറിയാം. ഞാൻ 9 എന്ന് പറയുന്ന ഒരു സംഖ്യ എടുക്കുകയാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 സ്ക്വയർ എന്ന് എഴുതാം. 3യുടെ സ്ക്വയർ അല്ലേ 9? അതെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ 2 സ്ക്വയർ, 2 ക്യൂബ്, 3 സ്ക്വയർ എന്നിങ്ങനെ 3 ടേംസ് എഴുതി. ഈ 3 ടേംസിന്റെ ഒരു കോമൺ പ്രോപ്പർട്ടി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു ടേം റൈസ് ടു മറ്റൊരു ടേം എന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഒരു റിയൽ നമ്പർ റൈസ് ടു മറ്റൊരു റിയൽ നമ്പർ. ഇവിടെ ഏത് സംഖ്യ വേണോ വരാം. മേളിൽ നമുക്ക് √2 എന്ന് എഴുതാം, 1/3 എന്ന് എഴുതാം. അങ്ങനെ ഏത് റിയൽ നമ്പർ വേണോ നമുക്ക് എഴുതാം. സോ ഈ 3 സംഖ്യകൾ ഏത് ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്? എ നമ്പർ റൈസ് ടു മറ്റൊരു നമ്പർ. സോ ഇങ്ങനത്തെ നമ്പേഴ്സിന്റെ ബേസും എക്സ്പോണന്റും എന്താണെന്നാണ് ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് സംഖ്യ നമുക്ക് കൺസിഡർ ചെയ്യാം, 2 സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ ഒരു സംഖ്യ കിട്ടിയാൽ, അതായത് ഒരു ടേം റൈസ് ടു മറ്റൊരു ടേം എന്ന സംഖ്യ എന്താണ് ഒരു ഭാഷയിൽ ഒരു ടേം കിട്ടിയാൽ അതിന്റെ താഴെ ഇരിക്കുന്നതാണ് ബേസ്. ഓക്കെ, ഇവിടെ ബേസ് എന്താണ്? അപ്പോൾ 2. താഴെ ഇരിക്കുന്നത് ബേസ്, മേളിലിരിക്കുന്നത് എക്സ്പോണന്റ്. ഇവിടെ എക്സ്പോണന്റ് എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. എന്താണ് പറഞ്ഞത്? ഈ ഒരു ഫോർമാറ്റിൽ ഒരു സംഖ്യ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ബേസും എക്സ്പോണന്റും എന്താണെന്നാണ് ഇപ്പോൾ പരിചയപ്പെട്ടത്. താഴെ ഇരിക്കുന്നത് ബേസ്, മേളിരിക്കുന്നത് എക്സ്പോണന്റ്. അങ്ങനെയാണെങ്കിൽ 2 ക്യൂബിന്റെ നിങ്ങൾക്ക് എന്നെ പറയാനായിട്ട് സാധിക്കും. ഇവിടെ ബേസ് എന്താണ്? 2. ഇത് ബേസ് ആണ്. എക്സ്പോണന്റ് എന്താണ്? മേളിരിക്കുന്നത് 3. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എന്തായിരിക്കും? താഴെ ഇരിക്കുന്നത് ബേസ്. എന്താണ് താഴെ ഇരിക്കുന്നത്? 3. എക്സ്പോണന്റ് എന്തായിരിക്കും? 2. ഇതാണ് ലോ ഓഫ് ഇൻഡിസസിന്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ. ഞാൻ മറ്റൊരു എക്സാമ്പിളോടെ എന്തായാലും പറയാം. 9 സ്ക്വയർ. ഇവിടുത്തെ ബേസ് എന്താണ്? നിങ്ങൾക്ക് തന്നെ പറയാം. താഴെ ഇരിക്കുന്നത് 9. ദെൻ എക്സ്പോണന്റ് എന്താണ്? 2. ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഒരു 9 ലോ ഓഫ് ഇൻഡിസസ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ലോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ നോക്കിക്കോളൂ. എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എക്സ് റൈസ് ടു എം പ്ലസ് എൻ. എന്താണ് ലോ? എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എക്സ് റൈസ് ടു എം പ്ലസ് എൻ. അതായത് ബേസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതാം. ഒപ്പം കണ്ടീഷൻ എന്താണ്? അവയുടെ പ്രോഡക്റ്റ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ബേസ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് എങ്ങനെ നമുക്ക് എഴുതാം? ബേസ് റൈസ് ടു പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക. ഇതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടും. 2 സ്ക്വയർ ഇൻറ്റു 2 റൈസ് ടു 4. എന്താണ് 2 സ്ക്വയർ ഇൻറ്റു 2 റൈസ് ടു 4? ഇവിടെ നമുക്ക് കിട്ടേണ്ടത് അഥവാ നമ്മൾ എഴുതേണ്ടത് ഇവയുടെ പ്രോഡക്റ്റ് ആണ്. ഇവിടെ എന്താണ് കണ്ടീഷൻ? താഴെ ബേസ് രണ്ടും ഈക്വൽ ആണ്. ഇവിടെയും ബേസ് 2 ആണ്, അടുത്തതിലും ബേസ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? 2 റൈസ് ടു ബേസ് അതേപോലെ എഴുതിയിട്ട് എന്താണ് നമ്മുടെ എക്സ്പോണന്റ് അഥവാ പവർ എന്നും പറയാം. പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. 2 + 4 എന്താണ്? 6. സോ ഇതാണ് ഇതിന്റെ ആൻസർ. 2 സ്ക്വയർ ഇൻറ്റു 2 റൈസ് ടു 4 ഈക്വൽ ടു 2 റൈസ് ടു 6. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 3 ക്യൂബ് ഇൻറ്റു 3 റൈസ് ടു 4. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? സിമ്പിൾ. കാരണം എന്താണ്? ഇവിടെ ബേസ് ഈക്വൽ ആണ്, ഇവിടെ പ്രോഡക്റ്റ് ആണ് വേണ്ടത്. സോ ബേസ് അതേപോലെ എഴുതുക 3. മേളത്തെ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക 7. ഇത് എപ്പോഴും മാത്രമാണ് ആപ്ലിക്കബിൾ? നടുക്ക് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഉള്ളപ്പോൾ മാത്രം. സോ എന്താണ് ലോ? എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ ഈക്വൽ ടു എക്സ് റൈസ് ടു എം പ്ലസ് എൻ. പവർ ബേസ് അതേപോലെ എഴുതിയിട്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക. ഞാൻ പറഞ്ഞു മേളിൽ നമുക്ക് പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് നമ്പേഴ്സ് ഏത് റിയൽ നമ്പർ വേണോ വരാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം കൂടി എഴുതുന്നത് നല്ലതായിരിക്കും. സോ 7 റൈസ് ടു 5 ഇൻറ്റു 7 റൈസ് ടു -3. 7 റൈസ് ടു 5 ഇൻറ്റു 7 റൈസ് ടു -3. എന്താണ് ഇതിന്റെ ആൻസർ?
Again നമുക്ക് പ്രോഡക്റ്റ് ആണ് ലഭിക്കേണ്ടത്. 7^5ന്റെയും 7^-3ന്റെയും പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അവിടെ എന്താണ് ബേസ് ഈക്വൽ ആണ്. ഇവിടെയും 7 ആണ്, ഇവിടെയും 7 ആണ്. സോ 7 ഇവയുടെ സം 5 + -3 5 + -3 5 + -3 പ്ലസ് മൈനസ് എന്താണ് മൈനസ് 5 - 3 ഈക്വൽ ടു എത്രയെന്ന് കിട്ടും 2 ഈക്വൽ ടു 7² എന്ന് കിട്ടും. സോ ഇതാണ് ഫസ്റ്റ് ലോ. x⁻m into x⁻n ഈക്വൽ ടു x⁻m + n. ഇത് പഠിച്ചാൽ അടുത്തത് നമുക്ക് ഫ്രീ ആണ്. നോക്കിക്കോളൂ. രണ്ടാമത്തേത് x⁻m. ഇവിടെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. അടുത്ത് എന്തായിരിക്കും നിങ്ങൾ ഗസ് ചെയ്യാം, ഡിവിഷൻ ആയിരിക്കും. x⁻m by x⁻n. എന്താണ് x⁻m by x⁻n. ഇവിടെ പ്ലസ് വന്നു, അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും x⁻, ഇവയുടെ ഡിഫറൻസ് ആയിരിക്കും m - n. x⁻m by x⁻n ഈക്വൽ ടു x⁻m - n. എന്താണല്ലോ x⁻m by x⁻n ഈക്വൽ ടു x⁻m - n. ഇവിടെയും കണ്ടീഷൻ എന്താണ്, ബേസ് ഈക്വൽ ആയിരിക്കണം. അതോടൊപ്പം തന്നെ അവയുടെ എന്താണ് ഡിവിഷൻ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. സോ ഇതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടും. 4² by 4 ഈക്വൽ ടു എന്താണ് 4² by 4. ഇവിടെ നിങ്ങൾ വിചാരിക്കും താഴെ എന്താണ് ഇങ്ങനെ ഒരു ഫോർമാറ്റിലല്ലല്ലോ ഇരിക്കുന്നത്, x⁻n അങ്ങനെ ഒരു ഫോർമാറ്റിലല്ലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഏതൊരു സംഖ്യനെയും നമുക്ക് എക്സ്പോണന്റ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. 4നെ നമുക്ക് എങ്ങനെ എഴുതാം, 4^1 എന്ന് എഴുതാം അല്ലേ. 4^1 4 തന്നെയാണ്. 5നെ നമുക്ക് എങ്ങനെ എഴുതാം, 5^1. 6നെ 6^1. √2നെ √2^1. അങ്ങനെ ഏത് സംഖ്യനെ എക്സ്പോണന്റിന്റെ ഭാഷയിൽ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, 4² by 4^1. ഇപ്പോൾ നമ്മൾ പഠിച്ച ഫോർമാറ്റിലായി കഴിഞ്ഞു. ബേസ് ഈക്വൽ ആണ്, ഇവയെ തമ്മിൽ ഡിവൈഡ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് പ്രൊസീജിയർ, ബേസ് അതേപോലെ എഴുതുക, m - n തിരിച്ചൊന്ന് എന്താണ് സബ്ട്രാക്ട് ചെയ്ത് മേളിൽ നിന്ന് താഴെ സബ്ട്രാക്ട് ചെയ്യുക. മേളത്തത് മൈനസ് താഴത്തത്. സോ 2 - 1 എന്ത് കിട്ടും 1. സോ ഈക്വൽ ടു 4^1 എന്ത് തന്നെയാണ് 4 തന്നെയാണ്. സോ ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. എന്തായാലും 7^5 by 7^-6 7^5 by 7^-6 എന്തായിരിക്കും ഇതിന്റെ ആൻസർ. ഇവിടെയും ബേസ് ഈക്വൽ ആണ്, നമ്മൾക്ക് ഇവയെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. എന്താണ് ബേസ് അതേപോലെ എഴുതുക, 7 ബേസ് അതേപോലെ എഴുതുക, മേളത്തത് മൈനസ് താഴത്തത്. 5 - -6 5 - -6 ഈ മൈനസ് എന്താവും പ്ലസ് ആവും. മൈനസ് പ്ലസ് ആണ്, നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്. സോ 5 + 6 ഈക്വൽ ടു 11. സോ എന്താണ് ഇതിന്റെ ആൻസർ 7^11 എന്ന് കിട്ടും. ഇങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഫസ്റ്റ് 2 ലോസ് ആണ് പറഞ്ഞത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ്. ഇത് എന്നാലും അറിഞ്ഞിരിക്കണം, ധാരാളം സ്ഥലത്ത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ രണ്ടെണ്ണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തേത് x⁻m into x⁻n ഈക്വൽ ടു x⁻m + n. അടുത്തത് x⁻m by x⁻n ഈക്വൽ ടു x⁻m - n. നെക്സ്റ്റ് ലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ലോ, x⁻m. നിങ്ങൾക്കറിയാം x⁻m ഒരു എന്താണ് ബേസ് കൊണ്ട് എക്സ്പോണന്റ് ഉണ്ട്. ബേസ് x എക്സ്പോണന്റ് m, ദ ഹോൾ റൈസ് ടു മറ്റൊരു എക്സ്പോണന്റ് വരുന്നു n. അത് n എന്നിരിക്കട്ടെ. x⁻m ദ ഹോൾ റൈസ് ടു n. ഒരു ബേസ് ഉണ്ട്, അതിനൊരു എക്സ്പോണന്റ്, അതിന്റെ ഹോൾ ആയിട്ട് മറ്റൊരു എക്സ്പോണന്റ് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും, സിമ്പിൾ x⁻, ഇവയുടെ പ്രോഡക്റ്റ്, മേളിലിരിക്കുന്ന എക്സ്പോണൻസിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് x⁻m. എന്താണ് x⁻m ദ ഹോൾ റൈസ് ടു n ഈക്വൽ ടു x⁻m. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ. x⁻m ദ ഹോൾ റൈസ് ടു n ഈക്വൽ ടു x⁻m. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പിടികിട്ടി കാണും. സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ്. 2², ഇതൊരു എക്സ്പോണന്റ് ആണ്. 2 ബേസ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ, 2² ദ ഹോൾ സ്ക്വയർ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ, ബേസ് അതേപോലെ എഴുതുക, എന്നിട്ട് ഈ എക്സ്പോണൻസിന്റെ പ്രോഡക്റ്റ് 2 × 2 ദാറ്റ് ഈസ് എന്താണ് 4. സോ ഇതാണ് നമ്മുടെ തേർഡ് ലോ, x⁻m ദ ഹോൾ റൈസ് ടു n ഈക്വൽ ടു x⁻m. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ് നമുക്ക് √2 ഒരു ഇറാഷണൽ നമ്പർ ഇരുന്നോട്ടെ. √2 റൈസ് ടു 3 √2 റൈസ് ടു 3. ഈ √2 നമ്മൾ പവർ ആയിട്ട് എപ്പോൾ എഴുതുമ്പോഴും √2 ബ്രാക്കറ്റിനകത്ത് എഴുതാവും. കാരണം ഈ ഒരു ഹോൾ ക്യൂബ്, ഈ ഹോൾ ക്യൂബ് റൂട്ടിനും ബാധകമാണ് 2നും ബാധകമാണ്. അത് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ആൾവേസ് √2 എന്ത് ചെയ്താലും എന്ത് ചെയ്യുക, ബ്രാക്കറ്റിനകത്ത് എഴുതുക. √2 ദ ഹോൾ ക്യൂബ് ദ ഹോൾ സ്ക്വയർ. എന്താണ് √2 ക്യൂബ് ദ ഹോൾ സ്ക്വയർ. ഇവിടെ എന്താണ് ഫോർമാറ്റ്, x⁻m ദ ഹോൾ റൈസ് ടു n. എന്താണ് നമ്മുടെ ആ ഒരു ഇൻഡിവിസ് പറയുന്നത്,
എക്സ് റൈസ് ടു എം എൻ റൂട്ട് 2 റൈസ് ടു എം എൻ ഇവയുടെ പ്രോഡക്റ്റ് റൂട്ട് 2 റൈസ് ടു 6 റൂട്ട് 2 റൈസ് ടു 6ന്റെ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ. ഒരു എക്സ്പോണന്റ് അതിന്റെ എക്സ്പോണന്റ് കാണാൻ പറഞ്ഞത് എന്താണ്? ബേസ് റൈസ് ടു എക്സ്പോണന്റ് ഇൻറ്റു എക്സ്പോണന്റ്. അതായത് എക്സ് റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എം ഈക്വൽ ടു എക്സ് റൈസ് ടു എം. എക്സാമ്പിൾ ഒന്ന് നോക്കുമ്പോൾ പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ. എക്സ് റൈസ് ടു 0 1 വേർ എക്സ് ഈസ് എ റിയൽ നമ്പർ. എനി ക്വാണ്ടിറ്റി റൈസ് ടു 0 1 അതാണ് ഈ ലോ കറക്റ്റ് പറയുന്നത്. എനി ക്വാണ്ടിറ്റി റൈസ് ടു 0 is 1. Any quantity raised to 0 is 1. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. നമ്മൾ പലയിടത്ത് ഉപയോഗിക്കുന്നതാണ്, പക്ഷെ സിമ്പിൾ ആണ്. എനി ക്വാണ്ടിറ്റി റൈസ് ടു 0 1. ഉദാഹരണം പറഞ്ഞാൽ 1 റൈസ് ടു 0 1. സിമ്പിൾ. 1 റൈസ് ടു 0 1. 3 റൈസ് ടു 0 1. മൈനസ് 1 റൈസ് ടു 0 1. റൂട്ട് 2 റൈസ് ടു 0 1. എനി ക്വാണ്ടിറ്റി റൈസ് ടു 0 1. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് ഏത് റിയൽ നമ്പർ വേണോ 1 റൈസ് ടു 0 1, 3 റൈസ് ടു 0 1, മൈനസ് 1 റൈസ് ടു 0 1 ഇറാഷണൽ നമ്പർ വന്നാലും യാതൊരു ചേഞ്ചും ഇല്ല. നെക്സ്റ്റ് ലോ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല, എന്നാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നോക്കിക്കോളൂ. എക്സ് റൈസ് ടു എം ഇൻറ്റു വൈ റൈസ് ടു എം ഈക്വൽ ടു എന്താണ്? നമ്മൾ നേരത്തെ പരിചയപ്പെട്ട എന്തായിരുന്നു? ബേസ് ഈക്വൽ ആണെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് എങ്ങനെ എഴുതി? എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എം. അവിടെ ബേസ് ഈക്വൽ ആയിരുന്നു. ബേസ് അതേപോലെ എഴുതിയിട്ട് എക്സ്പോണന്റിന്റെ സം എടുത്ത് എഴുതി. ഇവിടെ എന്താണ്? എക്സ്പോണന്റ് ഈക്വൽ ആണ്. ഇവിടെ എക്സ്പോണന്റ് എം ആണ്, ഇവിടെ എക്സ്പോണന്റ് എം ആണ്. ബേസ് ആണ് ഡിഫറൻറ്റ്. ഇവിടുത്തെ ബേസ് എക്സ് ആണെങ്കിൽ ഇവിടുത്തെ ബേസ് എന്താണ്? വൈ. ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കാം. മറ്റേതാണ് ഇമ്പോർട്ടന്റ്, ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഉള്ളതല്ല, എന്നാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എക്സ് റൈസ് ടു എം ഇൻറ്റു വൈ റൈസ് ടു എം. ഇവിടെ എന്താണ്? എം ആണ്. സിമ്പിൾ. താഴത്തെ പ്രോഡക്റ്റ് എടുക്കുക, എക്സ് വൈ. ഓക്കെ, താഴത്തെ പ്രോഡക്റ്റ് എടുക്കുക, ഈ എം റൈസ് ടു കൊടുക്കുക, എക്സ് വൈ ദ ഹോൾ റൈസ് ടു എം. ഇത്രയേ ഉള്ളൂ. ഇത്ര ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ വീണ്ടും പറയുന്നില്ല. എക്സ് വൈ ദ ഹോൾ റൈസ് ടു എം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പിടിയിട്ടും 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ. ഇവിടെ എന്താണ്? ഇവിടുത്തെ എക്സ്പോണന്റ് 2, ഇവിടുത്തെ എക്സ്പോണന്റ് 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? താഴത്തെ പ്രോഡക്റ്റ് എടുക്കുക, 2 ഇൻറ്റു 3 6 ദ ഹോൾ റൈസ് ടു എം. ആ പവർ അതേപോലെ എടുക്കുക. 6 സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടും? 36 എന്ന് കിട്ടും. ആ ഡിഫറൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇവിടത്തത് എക്സ്പോണന്റ് ആയിരുന്നു ഈക്വൽ, നേരത്തെ എന്തായിരുന്നു ഈക്വൽ? ബേസ് ആയിരുന്നു ഈക്വൽ. ബേസ് ഈക്വൽ ആകുമ്പോഴാണ് എക്സ് റൈസ് ടു എം പ്ലസ് എന്ന റിസൾട്ട് ഇടേണ്ടത്. ഇവിടെ നമ്മുടെ എക്സ്പോണന്റ് ആണ് ഈക്വൽ. സോ എക്സ് റൈസ് ടു എം ഇൻറ്റു വൈ റൈസ് ടു എം. താഴത്തെ പ്രോഡക്റ്റ് എടുക്കുക, ഹോൾ റൈസ് ടു എം അതേപോലെ എടുക്കുക. മറ്റൊരു എക്സാമ്പിൾ ഇവിടെ ഇടാം, എന്തായാലും ആവശ്യമില്ല. എന്തായാലും നമുക്ക് നോക്കാം. 7 ക്യൂബ് ഇൻറ്റു 8 ക്യൂബ്. 7 ക്യൂബ് ഇൻറ്റു 8 ക്യൂബ്. ഇവിടെ എന്താണ്? മോളില് ഇവിടത്തെ പവർ എക്സ്പോണന്റ് 3 ആണ്, ഇവിടുത്തെ പവറും 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എങ്ങനെ വരും? താഴത്തെ പ്രോഡക്റ്റ് 7 ഇൻറ്റു 8 എന്താണ്? 7 ഇൻറ്റു 8 56. 756. സോ 56 ആ മോളിൽ ഇരിക്കുന്ന അതേപോലെ 56 ക്യൂബ് ആണ് ഇതിന്റെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ. എക്സ് റൈസ് ടു എം ഇൻറ്റു വൈ റൈസ് ടു എം ഈക്വൽ ടു എക്സ് വൈ ദ ഹോൾ റൈസ് ടു എം. പവർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? താഴത്തെ പ്രോഡക്റ്റ് കൊടുത്തിട്ട് മേളിലെ പവർ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോഡക്റ്റ് വന്നെങ്കിൽ അടുത്ത ഡിവിഷൻ എന്തായിരിക്കും? ഇതേപോലെ ആയിരിക്കും. എക്സ് റൈസ് ടു എം ബൈ വൈ റൈസ് ടു എം. എക്സ് റൈസ് ടു എം ബൈ വൈ റൈസ് ടു എം. നേരത്തെ നമ്മൾ എന്താണ് പഠിച്ചത്? എക്സ് റൈസ് ടു എം ബൈ എക്സ് റൈസ് ടു എം. അവിടെ എന്തായിരുന്നു? ബേസിന്റെ ആയിരുന്നു. ഇവിടെ പവർ ഈക്വൽ ആയിട്ട് വരുന്നു. എക്സ് റൈസ് ടു എം ബൈ വൈ റൈസ് ടു എം. ഇവിടെ എന്തായിരിക്കും? ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. എക്സ് ബൈ വൈ, ഈ എം കോമൺ ആയിട്ട് നമുക്ക് മോളിൽ കൊടുക്കാം. എക്സ് ബൈ വൈ ദ ഹോൾ റൈസ് ടു എം. ഇത് പ്രധാനമായിട്ട് നമ്മൾ ചില സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. അല്ലാതെ പ്രോബ്ലംസ് ആയിട്ട് ഇതിനങ്ങനെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഉള്ളതല്ല. ഇതേപോലെ തന്നെ ചിലയിടത്ത് നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇത് ആവശ്യം വരും. എക്സ് റൈസ് ടു എം ബൈ വൈ റൈസ് ടു എം ഈക്വൽ ടു എക്സ് ബൈ വൈ ദ ഹോൾ റൈസ് ടു എം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 സ്ക്വയർ ബൈ 3 സ്ക്വയറിനെ എങ്ങനെ എഴുതാം? 2 ബൈ 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതിന്റെ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് പിടികിട്ടിക്കാം. ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. രണ്ടിന്റെ എക്സ്പോണന്റ് 2 ആണ്. സോ 2 ബൈ 3 ആ സ്ക്വയർ കോമൺ ആയിട്ട് മോളിൽ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 3 ക്യൂബ് ബൈ 4 ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ബൈ 4 ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. അതേപോലെ -1 ബൈ 7 ദ ഹോൾ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? -1 സ്ക്വയർ ബൈ 7 സ്ക്വയർ എന്ന് തിരിച്ചും എഴുതാം. നെക്സ്റ്റ് ലോ വെരി 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 ഇമ്പോർട്ടന്റ് ലോ. നമ്മുടെ ആദ്യത്തെ ലോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉള്ള ലോ ആണ് ഇനി പറയാൻ പോകുന്നത്. 7th ലോ, 1 ബൈ എക്സ് റൈസ് ടു എം. എന്താണ്? 1 ബൈ എക്സ് റൈസ് ടു എം. 1 ബൈ ഒരു എന്താണ്? ഒരു ടേമും അതിന്റെ ഒരു പവർ. 1 ബൈ എക്സ് റൈസ് ടു എം ഈക്വൽ ടു എക്സ് റൈസ് ടു, ഇതിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക, -m.
സിമ്പിൾ ലോ ബട്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ലോ. 1 by x raised to m equal to x raised to minus m. എന്താണ് 1 by x raised to m equal to x raised to ഇവിടെ ഇരിക്കുന്ന പവറിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. ഇത് മേളിൽ പോകുമ്പോൾ എന്ത് വരും? ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ട് വരും. ആ ബേസിന് യാതൊരു മാറ്റവും സംഭവിക്കത്തില്ല, എക്സ്പോണന്റിനാണ് മാറ്റം വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലോ ഓഫ് ഇൻഡിസസിനെ പറ്റി സംസാരിക്കുന്നത്. സോ 1 by x raised to m equal to ബേസ് അതേപോലെ എഴുതുക, ഇതിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1 by 2 സ്ക്വയർ. എന്താണ് 1 by 2 സ്ക്വയർ? എങ്ങനെ വരും ഇതിന്റെ ആൻസർ? ഇത് മേളിൽ പോകും, 2 റൈസ് ടു ഇതിന് ഓപ്പോസിറ്റ് സൈൻ 2 റൈസ് ടു മൈനസ് 2. എന്താണ് 1 by x raised to m എന്ന ഫോർമാറ്റിൽ. സോ x raised to ആ ബേസ് അതേപോലെ എഴുതിയിട്ട് എക്സ്പോണന്റിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക, 2 റൈസ് ടു മൈനസ് 2. അങ്ങനെയാണെങ്കിൽ 1 by 5 ഇതിന്റെ എക്സ്പോണന്റ് ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 by 5ന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആയിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു 5നെ നമുക്ക് 5 raised to 1 എന്ന് എഴുതാം. സോ ഇതെന്താണെന്ന് എഴുതാം? 1 by 5 raised to 1 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എങ്ങനെ വരും? ബേസ് റൈസ് ടു 5 റൈസ് ടു ഇത് മേളിൽ പോകും, ഇവിടെ 1 ആണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എന്താണ്? 5 റൈസ് ടു മൈനസ് 1 എന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ 1 by 3 റൈസ് ടു മൈനസ് 2. ഇതാണ് 1 by 3 റൈസ് ടു മൈനസ് 2. ഇവിടെ നെഗറ്റീവ് ആണ്. എന്താണ് പ്രൊസീജിയർ? ബേസ് അതേപോലെ എഴുതും, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനി എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? എക്സ്പോണന്റിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. എക്സ്പോണന്റിന്റെ ഓപ്പോസിറ്റ് സൈൻ മൈനസ് 2ന്റെ ഓപ്പോസിറ്റ് സൈൻ എന്താണ്? +2. സോ 3 സ്ക്വയർ. സിമ്പിൾ ആണ്. എക്സ്പോണന്റ് നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് ആക്കി എഴുതുക, എക്സ്പോണന്റ് പോസിറ്റീവ് വന്നാൽ നെഗറ്റീവ് ആക്കി എഴുതുക. ഇവിടെ ആദ്യത്തെ ആദ്യത്തെ 2 കേസും എക്സ്പോണന്റ് പോസിറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയപ്പം എന്തായി? നെഗറ്റീവ് വന്നു. ഇവിടെ എക്സ്പോണന്റ് നെഗറ്റീവായി, അത് ഇവിടെ എത്തിയപ്പോൾ പോസിറ്റീവായി. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 1 by √2 the whole raised to minus 3. 1 by √2 the whole raised to minus 3. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ബേസ് അതേപോലെ എഴുതുക. ഇവിടുത്തെ ബേസ് എന്താണ്? √2. √2 റൈസ് ടു മൈനസ് 3ക്ക് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. മൈനസ് 3യുടെ ഓപ്പോസിറ്റ് സൈൻ എന്താണ്? നെഗറ്റീവ് വന്നാൽ പ്ലസ് ആക്കി എഴുതുക, √2 റൈസ് ടു 3 which is the answer. നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് ആക്കുക, പോസിറ്റീവ് വന്നാൽ നെഗറ്റീവ് ആക്കുക. എന്താണല്ലോ 1 by x raised to m equal to 1 by x raised to minus 1. അങ്ങനെയാണെങ്കിൽ 1 by t സ്ക്വയർ എന്തായിരിക്കും? t റൈസ് ടു മൈനസ് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 by t ക്യൂബോ t റൈസ് ടു മൈനസ് 3 ആയിരിക്കും. ഇത് ഫിസിക്സിൽ നമ്മൾ ഒത്തിരി സ്ഥലത്ത് ഉപയോഗിക്കുന്നതാണ്, പ്രത്യേകിച്ച് ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ലോ ഓഫ് ഇൻഡിസസ് നമ്മൾ ധാരാളം സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. 1 by x raised to m equal to x raised to minus m. നെക്സ്റ്റ് 8th വൺ, സിമ്പിൾ വൺ. നമുക്ക് റൂട്ട് എക്സിന് x raised to 1 by 2 എന്ന് എഴുതാം. വെരി ഇമ്പോർട്ടന്റ് ആണ്, മാത്സിലാണ് നമ്മൾ ധാരാളം സ്ഥലത്ത് ഉപയോഗിക്കുക. റൂട്ട് എക്സിനെ നമുക്ക് x raised to 1 by 2 എന്ന് എഴുതാം. എന്താണ് റൂട്ട് എക്സിന് x raised to 1 by 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ റൂട്ട് 16 നമുക്ക് എങ്ങനെ എഴുതാം? x raised to 16 raised to 1 by 2. റൂട്ട് 25 എങ്ങനെ എഴുതാം? 25 raised to 1 by 2. റൂട്ട് 1 നമുക്ക് എങ്ങനെ എഴുതാം? 1 raised to 1 by 2. അങ്ങനെയാണെങ്കിൽ റൂട്ട് 2 നമുക്ക് എങ്ങനെ എഴുതാം? അതെ, 2 raised to 1 by 2. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. റൂട്ട് 2 നമുക്ക് 2 raised to 1 by 2 എന്ന് എഴുതാം. ഇതാണ് റൂട്ട് 2ന്റെ മറ്റൊരു റെപ്രസെന്റേഷൻ. റൂട്ട് 2 എങ്ങനെ എഴുതാം? 2 raised to 1 by 2. അങ്ങനെയാണെങ്കിൽ റൂട്ട് 5 നമുക്ക് എങ്ങനെ എഴുതാം? x raised to 5 raised to 1 by 2. റൂട്ട് 3 നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to 1 by 2. ഇതാണ് ആ ലോ. റൂട്ട് x ഈക്വൽ ടു x raised to 1 by 2. നെക്സ്റ്റ്, ഞാൻ ഇവിടെ ഒരു സംഖ്യ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ വായിക്കുക? 4th root of 2 എന്നാണ് ഇതിനെ വായിക്കുക. നമ്മൾ ഇതിനെ എങ്ങനെ വായിക്കും? നിങ്ങൾക്കറിയാം, സ്ക്വയർ റൂട്ട് ഓഫ് 49. ഇതിനെ എങ്ങനെ വായിക്കും? ക്യൂബിക് റൂട്ട് ഓഫ് 8. ക്യൂബിക് റൂട്ട് ഓഫ് 8 എന്നാണ് ഇതിനെ വായിക്കുക. ഇതിനെ എങ്ങനെ വായിക്കും? 4th root of 2. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ വായിക്കും? nth root of x raised to m. nth root of x raised to m. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലോ ഓഫ് ഇൻഡിസസ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിനെ എങ്ങനെ വായിക്കും? nth root of x raised to m. ഇതിനെ നമ്മൾ എങ്ങനെ വായിച്ചു? 4th root, ഇത് സ്ക്വയർ റൂട്ട്, ഇത് ക്യൂബിക് റൂട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ വായിക്കും? nth root of x raised to m. ഇതെങ്ങനെ വരും? സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ nth root of x raised to m. എന്താണല്ലോ x raised to m by n എന്ന് ഇരിക്കട്ടെ.
ഒരു ടേം x⁻m/n എന്ന ഫോർമാറ്റിൽ ഇരിക്കട്ടെ. ഉദാഹരണത്തിന് 2⁻1/2 എന്നോ ഏത് ഫോർമാറ്റിലാണോ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ x⁻m/n എന്തിന് ഈക്വൽ ആയിരിക്കും? nth റൂട്ട് ഓഫ് x⁻m ന് ഈക്വൽ ആയിരിക്കും. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ല, ജസ്റ്റ് നമ്മൾ ലോ ഓഫ് ഇൻഡിസസ് പറയുന്നു എന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. x⁻m/n ഈക്വൽ ടു nth റൂട്ട് ഓഫ് x⁻m. അങ്ങനെയാണെങ്കിൽ 2⁻1/2 നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ m എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, n എന്ന് വെച്ച് കഴിഞ്ഞാൽ 2. അങ്ങനെയാണെങ്കിൽ nth റൂട്ട് ഓഫ് x⁻m 2⁻m m എന്താണ് 1, that is square root of √2. ഇതാണ് 2⁻1/2 ന്റെ വാല്യൂ. അടുത്തത് 3⁻3/4. ഇതെങ്ങനെ വരും? ഇത് m. ഓക്കെ, 3m 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ n. എന്താണ് ഇതിന്റെ വാല്യൂ? nth റൂട്ട് ഓഫ് x⁻m. എന്താണ് അപ്പോൾ? 4th റൂട്ട് ഓഫ് x⁻m 3⁻3. nth റൂട്ട് ഓഫ് a⁻m x⁻m. അടുത്ത നമുക്ക് എന്ത് എഴുതാം? 8⁻1/3. ഇതെങ്ങനെ വരും? nth റൂട്ട് ഓഫ് ഇത് m ഇത് n. സോ nth റൂട്ട് ഓഫ് ദാറ്റ് ഈസ് ക്യൂബിക് റൂട്ട് ഓഫ് x⁻m 8⁻1. ദാറ്റ് ഈസ് 8 എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. സോ ഇതാണ് നോ x⁻m/n എന്താണ്? nth റൂട്ട് ഓഫ് x⁻m. നെക്സ്റ്റ് ഒരു ചെറിയ റിസൾട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ധാരാളം സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കുഞ്ഞു റിസൾട്ട്. If x⁻a equal to x⁻b, then a equal to b. ഇത് പ്രോബ്ലംസ് ചെയ്യാനാണ് നമ്മളെ സഹായിക്കുക. x⁻a x⁻b ഈക്വൽ ആണെങ്കിൽ, അതായത് ഒരു എക്സ്പൊണന്റ് മറ്റൊരു എക്സ്പൊണന്റ് വാല്യൂ ഈക്വൽ ആണെങ്കിൽ ആ പവേഴ്സ് നമുക്ക് ഈക്വേറ്റ് ചെയ്യാം. a equal to b. ബേസ് ഈക്വൽ ആണെങ്കിൽ പവേഴ്സ് തമ്മിൽ ഈക്വേറ്റ് ചെയ്യാം. അതാണ് ആ തിയറി. If x⁻a equal to x⁻b, then a equal to b. ബേസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പവേഴ്സ് ഈക്വേറ്റ് ചെയ്യാം. a equal to b. ഇത് ഈ ഒരു റിസൾട്ട് വെച്ചുകൊണ്ടും നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എന്താണ് ലോ ഓഫ് ഇൻഡിസസിനെ വെച്ചുകൊണ്ടുള്ള ചില സിമ്പിൾ പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2⁻7 equal to 2⁻x+7. Then find the x. എന്താണ് ക്വസ്റ്റ്യൻ? 2⁻7 equal to 2⁻x+7. Then find the x. നോക്കൂ, ഇവിടെ നമ്മൾ പഠിച്ച ഒരു ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. x⁻a equal to x⁻b അല്ലേ? 2⁻7 equal to എന്താണെന്ന് തന്നിട്ടുണ്ട്? 2⁻x+7. ബേസ് ഈക്വൽ, therefore നമുക്ക് എന്ത് ചെയ്യാം? പവേഴ്സ് ഈക്വേറ്റ് ചെയ്യാം. സോ 7 equal to x+7. ഈ 7 - 0, 7 - 7 equal to x. Therefore x equal to എത്ര എന്ന് കിട്ടും? 0 എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ഒരു റിസൾട്ട് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. If x⁻a equal to x⁻b, then a equal to b. അതായത് ബേസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ഈക്വേറ്റ് ചെയ്യാം? പവേഴ്സ് ഈക്വേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബേസ് ഈക്വൽ ആയിരുന്നു, 2 × 2 ഈക്വൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പവേഴ്സ് ഈക്വേറ്റ് ചെയ്തു. 7 equal to x+7. അതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് കൊച്ചു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ഈ ഇത്തരം ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യാൻ. സോ 7 - 7 equal to x. x equal to 0. Next question, find value of x if 2⁵ equal to √2⁵x. എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് x ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. കണ്ടീഷൻ എന്താണ്? 2⁵ equal to √2⁵x. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് എത്തിക്കുക. x⁻a equal to x⁻b എന്ന ഫോർമാറ്റിൽ എത്തിച്ചിട്ട് എന്ത് ചെയ്യുക? പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് x ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെയാണ് നമ്മൾ ലോ ഓഫ് ഇൻഡിസസിലെ ഏത് പ്രോബ്ലം തന്നാലും ചെയ്യേണ്ടത്. എന്താണ്? പവേഴ്സ് ബേസ് താഴെ ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് പവേഴ്സ് തമ്മിൽ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ √2 ആണ് ഇരിക്കുന്നത്, ഇവിടെ എന്താണ്? 2 ആണ് ഇരിക്കുന്നത്. സോ നമ്മൾ √2നെ 2ന്റെ ടേംസിൽ എഴുതുക. സോറി, 2നെ √2ന്റെ ടേംസിൽ എഴുതുക. ഓക്കെ, 2നെ √2ന്റെ ടേംസിൽ എഴുതാൻ നമുക്കറിയാം. 2 equal to √2 the whole square ആണ്. 2 equal to √2 the whole square നെയാണ് നമ്മൾ 2 എന്ന് പറയുന്നത് അല്ലേ? √2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് √4 that is 2 എന്ന് കിട്ടും. സോ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? √2 the whole square എന്ന് എഴുതാം. 2നെ എങ്ങനെ എഴുതാം? √2 the whole square എന്ന് എഴുതാം. ഒരു കാര്യം മറന്നു പോയത്, 2ന്റെ മേളിൽ ആരുണ്ടായിരുന്നു? ഒരു 5 ഉണ്ടായിരുന്നു. സോ 2നെയാണ് നമ്മൾ √2 the whole square എന്ന് എഴുതിയത്. സോ the whole raised to 5. മനസ്സിലായോ? 2നെ നമ്മൾ √2 the whole square എന്ന് എഴുതി, whole raised to ഒരു 5 ഉണ്ടായിരുന്നു, അതാണ് ഇവിടെ ചേർത്തത്. equal to √2⁵x. √2 എന്താ ചെയ്യുക? ബ്രാക്കറ്റിനകത്ത് ഇടുക. കാരണം ഒരു x ഇതിനും ബാധകമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും x⁻m the whole raised to n. എന്താണ് ഫോർമുല? നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ റിസൾട്ടും ചേർത്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. x⁻m the whole raised to n. ഒരു പവർ ഉണ്ട്, അതിന്റെ മറ്റൊരു എക്സ്പോണന്റ് കണ്ടുപിടിക്കാൻ. എന്താണ്? x⁻√2⁵mn ഇവയുടെ പ്രോഡക്റ്റ്. x⁻m the whole raised to n equal to ഇവയുടെ പ്രോഡക്റ്റ് √2⁵10 equal to √2⁵x.
ഇപ്പോൾ നമ്മൾ പഠിച്ച ഫോർമാറ്റിലായി ബേസ് ഈക്വൽ therefore എന്ത് ചെയ്യാം നമുക്ക് പവേഴ്സ് ഈക്വേറ്റ് ചെയ്യാം therefore x ഈക്വൽ ടു എത്ര എന്ന് കിട്ടും 10 എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് റിസൾട്ട് ആണ്. ഒന്ന് എന്താ 2 നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് √2 ന്റെ ടേംസിൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. ദെൻ അടുത്ത ലോ ഓഫ് ഇൻഡിസസ് x റൈസ് ടു m ദ ഹോൾ റൈസ് ടു x റൈസ് ടു m എന്ന റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ കിട്ടും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എക്സ്പോണൻസ് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് x ഈക്വൽ ടു എന്തെന്ന് കിട്ടും 10 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് വാല്യൂ ഓഫ് x if 3 സ്ക്വയർ into 3 raised to 4 equal to 1/3 raised to x. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, so 3 square into 3 raised to 4 equal to 1/3 raised to x. Again we have to find the value of x. x ന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നേരത്തെ പറഞ്ഞു ഏത് ഫോർമാറ്റിൽ എത്തിക്കുക x raised to a equal to x raised to b എന്ന ഫോർമാറ്റിൽ എത്തിച്ചിട്ട് എക്സ്പോണൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമുക്കറിയാം നമ്മൾ സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ നടക്കുക. രണ്ട് ലോ ഓഫ് ഇൻഡിസസ് ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് x റൈസ് ടു m into x റൈസ് ടു m, ഇവിടെ 3 ഇവിടെയും 3, ബേസ് വ്യത്യസ്തം. സോ ഇവിടെ പ്രോഡക്റ്റ് എന്തായിരിക്കും x റൈസ് ടു m plus n. ഫസ്റ്റ് ലോ വെരി വെരി ഇമ്പോർട്ടന്റ് നമ്മൾ പറഞ്ഞത് x റൈസ് ടു m into x റൈസ് ടു n, x റൈസ് ടു m plus n. സോ 3 റൈസ് ടു ഇവിടെ സം 4 plus 2 6 ഈക്വൽ ടു 1/x റൈസ് ടു m എന്ന ഫോർമാറ്റിലാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇരിക്കുന്നത്. 1/x റൈസ് ടു m. അപ്പോൾ എങ്ങനെ എഴുതാം, x റൈസ് ടു മൈനസ് m എന്ന് എഴുതാം. സോ 3 റൈസ് ടു മൈനസ് x എന്ന് നമുക്ക് എഴുതാം. സോ 1/3x എങ്ങനെ എഴുതാം, 3 റൈസ് ടു ഇവിടെ ഉള്ളതിന് ഓപ്പോസിറ്റ് സൈഡ് x എന്താകും നെഗറ്റീവ് ആവും. സോ 3 റൈസ് ടു മൈനസ് x. സോ ഇവിടെ നമുക്കിപ്പോ എന്തായി x റൈസ് ടു a ഈക്വൽ ടു x റൈസ് ടു b എന്ന ഫോർമാറ്റിലായി. ബേസ് ഈക്വൽ ആയി. സോ നമുക്ക് എന്ത് ചെയ്യാം, പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. മൈനസ് x ഈക്വൽ ടു 6. നമുക്ക് x ന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്, മൈനസ് x ന്റെ വാല്യൂ അല്ല. സോ ഒരു -1 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -1 into x ഈക്വൽ ടു -6. -1 into -x ആണ്. സോ -1 into -x ഈക്വൽ ടു -6. -1 -x മൾട്ടിപ്ലൈ ചെയ്താൽ x ഈക്വൽ ടു 6. സോ x ന്റെ വാല്യൂ എന്താന്ന് കിട്ടി, 6 എന്ന് കിട്ടി. സോ 3 സ്ക്വയർ into 3 raised to 4 ഈക്വൽ ടു 1/3x. 3 raised to x ആവണമെങ്കിൽ x ഈക്വൽ ടു 6. സോ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് രണ്ട് ലോ ഓഫ് ഇൻഡിസസ്. ഒന്ന് x റൈസ് ടു m into x റൈസ് ടു n ഈക്വൽ ടു x റൈസ് ടു m plus n. ഓക്കെ, ദെൻ രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് 1/x റൈസ് ടു m ഈക്വൽ ടു x റൈസ് ടു മൈനസ് n. കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഒരിക്കൽ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ x റൈസ് ടു m into x റൈസ് ടു n. സോ ഇവിടെ 3 ഇവിടെ 3 ബേസ് ഈക്വൽ. സോ നമുക്ക് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 3 റൈസ് ടു 2 plus 4 6 ഈക്വൽ ടു ഇവിടെ 1/x റൈസ് ടു m എന്ന ഫോർമാറ്റ് ഇരിക്കുന്നു. സോ x റൈസ് ടു പവർ റൈസ് ടു ഇതിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. x എന്തായി -x ആയി. സോ ഇവിടെ നമുക്ക് ഇപ്പോൾ നേരത്തെ പരിചയപ്പെട്ട ആ ഒരു ഫോർമാറ്റിലായി 3 റൈസ് ടു 6 ഈക്വൽ ടു -x എന്ന ഫോർമാറ്റിലായി. അങ്ങനെയാണെങ്കിൽ -x ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഒരു x ന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -x എന്തായി x ആയി. ഇവിടെ ഒരു മൈനസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ -6 ആയി. സോ x ഈക്വൽ ടു എന്തെന്നായി -6 ആണ് ഇതിന്റെ ആൻസർ. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലോ ഓഫ് ഇൻഡിസസിനെ പറ്റിയിട്ടുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ ആ ലോയിന്റെ ചില പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് കൂടുതൽ എന്താണ് ആവശ്യം വരിക നമ്മുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലൊക്കെ ഉള്ള സിംപ്ലിഫിക്കേഷൻസിലാണ്. സോ തീർച്ചയായും മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പോർഷനുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.